സോറി ബാങ്ക് സാറേ. സാർ ഇങ്ങോട്ട് കയറണം. ഞാൻ മുമ്പിലിരുന്നോളാം. വാ. വേണ്ട, ജെയിംസ് മുമ്പിലിരിക്കട്ടെ. എന്താ ഒന്നിച്ചിരുന്നാ തേഞ്ഞു പോവോ? ഇങ്ങോട്ട് വാ സാറേ. ഈ സാറൊരു നാണം കുണിഞ്ഞ. മമ്മി ബൈ. എന്താ ഉറങ്ങുവാണോ? അല്ല. രാത്രിയിൽ ഉറങ്ങിയില്ലേ? ഇല്ല. ഇന്നലെ രാത്രി എത്ര സിഗരറ്റ് വലിച്ചു? 17. ഇത് എത്രാമത്തെയാ? ഓർമ്മയില്ല. പുക അധികമായാൽ ആത്മാവിന് കേടാണ്. അതിന് ആത്മാവ് എന്റെ കയ്യിൽ ഉണ്ടായിട്ട് വേണ്ടേ? എവിടെ പോയി? ദാ ഇവിടെ, ഈ കണ്ണുകളിൽ. പട്ടുണ്ടോ? ശകലം ഉണ്ടെന്ന് തോന്നുന്നു. ആ, എനിക്കങ്ങനെ തോന്നി. എനിക്ക് ഇന്നലെ അങ്ങനെ തോന്നി. എന്റെ പുസ്തകങ്ങൾ വരാൻ പോവാണോ? താങ്ക് യു. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. കാണാൻ പറ്റില്ല, എനിക്കൊരു ഗസ്റ്റ് ഉണ്ട് വീട്ടിൽ. നമുക്ക് പിന്നെ കാണാം. ഓക്കെ then. നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കാണാം. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ജോണിച്ചാൻ എന്നെ വിളിച്ചോ? ആ ലിസി, നിന്റെ ബേബി ചായം വീട്ടിലുണ്ടോ? ഇല്ല, എസ്റ്റേറ്റിൽ പോയിരിക്കുക. അപ്പച്ചന് എങ്ങനെയുണ്ട്? വിശേഷിച്ചൊന്നുമില്ല. ഇന്നലെ ഡോക്ടർ വന്നിരുന്നു. നിനക്ക് വേണ്ടി ഞാനൊരു കല്യാണം ആലോചിച്ചാൽ പരാതിയൊന്നുമില്ലല്ലോ. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ബാങ്കിൽ അക്കൗണ്ടന്റ് ആണ്, കാണാൻ കൊള്ളാം. എന്തു പറയുന്നു? ഇച്ചാനോട് അമ്മച്ചോട് ചോദിക്കും. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിലല്ലേ ചോദിക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങളൊക്കെ കൂടെ തീരുമാനിക്കുന്നതാണ് എന്റെ ഇഷ്ടം. അല്ല, ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ ഇപ്പോഴത്തെ പെൺകുട്ടി അല്ലല്ലോ. എന്നാൽ ഒരു ദിവസം നീ എന്റെ വീട്ടിലേക്ക് വരൂ. ചെറുക്കൻ അവിടെയുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ആലോചിച്ചോളാം. ഓഫീസിൽ പോയില്ലായിരുന്നോ? ജോയിൻ ചെയ്തു. നാളെ പോയാ മതി. അമ്മോ, വേഗം ഊണെടുത്ത് വെക്കേ. ഫോൺ താഴോട്ട് വാ. നീ വരുമ്പോ തുണികൾ എടുത്തോണ്ട് പോരെ. സാറേ സാറേ സാറേ, ഞാനൊരു കാര്യം പറഞ്ഞ ആരോടെങ്കിലും പറയുമോ? പറയും. അയ്യോ, എന്നാ ഞാൻ പറയുന്നില്ല. അല്ല, പറയണം. കേട്ടിട്ട് തീരുമാനിക്കാൻ. പുറത്ത് പറയണോ വേണ്ടായോന്ന്. സാറിനെ വിശ്വസിക്കാമോ? അമ്മൂനെന്താ, എന്നെ സംശയമുണ്ടോ? എനിക്ക് ആണുങ്ങളെ മുഴുവൻ സംശയവും. ആ, എന്നാ പറയണ്ട. സാറായതുകൊണ്ട് പറയാം. സാറിന് എനിക്ക് വിശ്വാസമാണ്. അങ്ങനെ പറഞ്ഞ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടി. നീ പറഞ്ഞതാ ശരി. ആരെയും വിശ്വസിക്കരുത്. നിനക്ക് വിഷമമുണ്ടോ? എന്തിന്? ഞാനിവിടെ വന്നതിന്. ഇല്ല. നിനക്ക് സന്തോഷമുണ്ടോ? എനിക്കിവിടെ സന്തോഷമാണ്. അതല്ല, ഞാനിവിടെ വന്നതിൽ നിനക്ക് സന്തോഷമുണ്ടോ? ഇല്ല.
നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇപ്പോഴില്ല. നിനക്ക് എന്നോട് വെറുപ്പായിരിക്കും. ഇനി ഒരിക്കലും കണ്ടുമുട്ടരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒരിക്കലെങ്കിലും കണ്ടുമുട്ടണമെന്ന് ഞാൻ കൊതിച്ചു. ഞാൻ പഴയ പത്നിയല്ല. ഞാൻ ഇന്നൊരു ഭാര്യയാണ്, നിങ്ങളുടെ കൂട്ടുകാരന്റെ ഭാര്യ. ആ ഭാര്യയ്ക്ക് ഇന്നൊരു കാമുകനില്ല. പക്ഷേ എനിക്കെന്നും ഒരു കാമുകയുണ്ട്, മരണം വരെ. ആരാണ്? പത്മിനി. ദൈവമേ, എന്താ മോളെ? എന്താ മോനെ? ബാങ്കിൽ നിന്ന് വരുമ്പോ ഞാൻ ഒരു ആക്സിഡന്റ് കണ്ടു. സ്കൂട്ടർ അപകടം. തല വേറെ, ഉടല് വേറെ. ദൈവമേ, എന്ന് തുടങ്ങിയടാ അതിന്റെ വായനാശീലം? ഓ, സൈക്കോളജിയാണോ? ഓറ് നിനക്ക് വല്ല ഡിറ്റക്റ്റീവ് നോവൽ വായിച്ചുകൂടെ വൈകുന്നേരം? എന്തെങ്കിലും വായിക്കണ്ടേ? എടാ, നിന്നെ കാണാൻ ഇവിടെ ഒരു പെണ്ണ് വരും. എന്റെ ചിറ്റമ്മയുടെ മകളാണ് ലിസി. എന്നെ കാണാനോ? എന്തിന്? വെറുതെ ഒന്ന് പരിചയപ്പെടാൻ. എനിക്ക് പരിചയപ്പെടണമെന്നില്ല. കണ്ടാൽ നിനക്ക് അവൾ ഇഷ്ടമാവും. ഒരിക്കലുമില്ല. അതിന് നീ അവളെ കണ്ടില്ലല്ലോ. ഞാൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. വെരി ഗുഡ്. എങ്കിൽ അത് തന്നെ നമുക്ക് നടത്താം. ഏതാടാ പെൺകുട്ടി? നീ അറിയില്ല. നീ അറിയുമല്ലോ. ഞാൻ അറിയും. പക്ഷേ അവൾ എന്നെ മറന്നുപോയി. ആഹാ, നിന്നെ മറന്ന പെണ്ണിന് വേണ്ടിയാണോ നീ കാത്തിരിക്കുന്നത്? വെറും ഒരു പെണ്ണിനെ ഓർത്ത് ജീവിതം കളയുന്ന നീ ഒരു മടയനാണ്. പെണ്ണിന്റെ പേരിൽ ചക്രവർത്തിമാർ കിരീടം വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അവളുടെ ഓർമ്മയ്ക്കായി വെണ്ണക്കല്ലിൽ സ്മാരക മന്ദിരങ്ങൾ പണിതിട്ടുണ്ട്. അവൾക്ക് വേണ്ടി രക്തച്ചൊരിച്ചിലും കൂട്ടക്കൊലയും നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരുതരം കിറുക്കാണടാ. എങ്കിൽ ആ കിറുക്കനാകാനാണ് എനിക്കിഷ്ടം. എടാ മോനെ, എനിക്ക് വേണ്ടി നീ ഒരു ഉപകാരം ചെയ്യണം. നിന്റെ ഈ കിറുക്കൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആ പെൺകുട്ടി വരുമ്പോ ഭാര്യയാകാൻ പോകുന്ന പെണ്ണാണെന്ന് വിചാരിച്ച് പെരുമാറണം. അത് സാരമില്ല. വേണമെങ്കിൽ ഭാര്യ തന്നെ കരുതി പെരുമാറിയേക്കാം. ആ, നീ വാ, ഊണ് കഴിക്കാം. എന്ന് തിരിച്ചു വരും? 2 വർഷം കഴിഞ്ഞു. അത് 2 നിമിഷം പോലെ കടന്നു പോയില്ലേ? എന്നാലും എനിക്ക് പേടിയാവുന്നു. നോക്ക്, എന്റെ കണ്ണുകളിലേക്ക് നോക്ക്. എന്റെ കണ്ണിലും മനസ്സിലും മുഴുവൻ നീയാണ്. നിന്നെക്കുറിച്ചുള്ള ഓർമ്മയാണ് എന്റെ ജീവിതം.